അരുന്ധതി ശത്രുവിന്റെ കാര്യക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒരു കഥ അവൻ ഉണ്ടാക്കി പറയില്ല. ഹലോ, അങ്ങനെ സുഗമോ ദേവി പുതിയ പ്രമോല് കാര്യങ്ങളൊക്കെ വീണ്ടും മറിയുകയാണ് അല്ലെ. നമ്മുടെ പ്രകാശ് എല്ലാം അരുന്ധതിയുടെ തലയിലേക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അരുന്ധതിയാണ് എല്ലാത്തിനും കാരണം. അപ്പൊ നമ്മുടെ പ്രഭാവതി എല്ലാരും അത് വിശ്വസിച്ചിട്ട് നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ ഭാർഗവിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, അവളാണ് ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ എല്ലാത്തിനും കാരണം, എനിക്കറിയാം അവൾ അസുരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരുന്ധതിനെ കാണിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ദേവികയ്ക്കും സിദ്ധാർത്ഥനും ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട്, പ്രകാശ് ഒരിക്കലും അരുന്ധതിനെ പറ്റി ഇങ്ങനത്തെ കള്ളക്കഥ മെനഞ്ഞു വിടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അതിന് പിന്നിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിഞ്ഞേ പറ്റൂ അല്ലെ കൂട്ടുകാരെ. ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ദേവികയുടെ വീടാട്ടോ കാണിക്കുന്നത്. ദേവികയുടെ വീട്ടില് നമ്മുടെ ശാരിയും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. കുറെ ചതിയന്മാരിങ്ങനെ വരുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കല. പ്രകാശ് ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഇനി ആ ഒരു ലക്ഷ്യം എന്താണ്? നമ്മുടെ ശാരീനെ പിടിച്ചുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു നാടകം കളിച്ച് നല്ല പേര് ചമയാനാണോ ശ്രമം? അല്ലെ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.